ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെയും തന്നൂട്ടിയും അടുക്കളയിലെ കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവളിതാ ഞാൻ ഓരോന്നും ചെയ്യുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിവസത്തിന് ചില സമയത്ത് മൂഡ് അനുസരിച്ചാണെങ്കിൽ ഈ സോയാബോളൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും കേട്ടോ. അപ്പം ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അവന് വേണ്ടിയിട്ട് എരിവ് കുറച്ച് സോയാബോൾ ഫ്രൈ ചെയ്യാനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നൂട്ടി അവിടെ കരയാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവളെ എടുത്തുകൊണ്ട് ഇതാ അടുക്കളയിൽ വന്ന് ഇതാ ഫ്രൈ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് നേരമേ മഴ പെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ നല്ല കളിത്തിരക്കിലാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവൻ കഴിക്കും എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സോയാബോൾ ഫ്രൈ ചെയ്യാൻ ഓർത്തത്. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ബീട്രൂട്ട് തോരനും കിഴങ്ങ് കറിയും പിന്നെ ഈ സോയാബോൾ ഫ്രൈയുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കിഴങ്ങ് കറി ഒന്നും അവൻ കഴിക്കത്തില്ല. കിഴങ്ങ് മെഴുക്കുരട്ടിയായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കും കേട്ടോ. ഈ സോയാബോൾ ഫ്രൈക്ക് വേറൊന്നുമില്ല, നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് സോയാബോളും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് വെള്ളം പോകുന്നത് വരെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പം ചേർത്തത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി ഞാൻ ഉപ്പിട്ടാണ് തിളപ്പിച്ചത്. അപ്പം സോയാബോളിൽ ഉപ്പ് വന്നിട്ടില്ല, അത് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഉപ്പിട്ടത്. എന്നിട്ട് ഒന്നെങ്കിൽ പാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയത് ഇത് ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കുടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ പെട്ടെന്ന് തീരും. അതേസമയം പാം ഓയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് നന്നായിട്ടൊന്ന് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പാം ഓയിലാണ് വറുക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവർക്ക് ഓവർ എണ്ണയിലല്ല, കുറച്ച് എണ്ണയിൽ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കഴിച്ചോളും. കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നുള്ളതുകൊണ്ട് അവൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വായൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കുറുമ്പുതരമാണ് കേട്ടോ കാണിച്ചു കൂട്ടുന്നത്. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ ആദർശും ചേച്ചിമാരും കൂടെ ഭയങ്കര കളിത്തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നൂട്ടി കുറേ നേരമൊക്കെ അവരുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് കരയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് ഓരോന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തനൂസിനാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ടുണ്ടല്ലോ അവൾ അങ്ങനെ അധികം നേരം ഉറങ്ങത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയ്ക്കൊക്കെ, ഇവർക്ക് 2 പേർക്കും ഫാൻ വേണം, അതും നല്ല ഫുൾ സ്പീഡിൽ. എങ്കിൽ മാത്രമേ ഈ 2 ടീമുകളും ഉറങ്ങത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഉപ്പൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ. അപ്പോൾ തനൂസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഒരെണ്ണം കഴിക്കുന്നതൊക്കെ. പക്ഷെ അവൾക്ക് കൊടുക്കാറായിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ അവൾക്ക് കുറുക്കാണ് 3 നേരം കൊടുക്കുന്നത്, അല്ലാതെ വേറെ അങ്ങനെയൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് അവളിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് വായും പൊളിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വരും കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ കൊടുക്കാറായിട്ടില്ലല്ലോ. കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊടുത്തു തുടങ്ങാം.